ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ എനർജിയാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് കരിയറിൽ വരാൻ പോകുന്നത്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കരിയറിനുള്ള ബ്ലോക്കേജ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ നിങ്ങളുടെ കരിയറിനുള്ള ഡിവൈൻ ഗൈഡൻസും. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. മനസ്സൽപ്പം ഒന്ന് കാമാക്കി വെച്ചതിന് ശേഷം ഈ ഒരു റീഡിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. ഫസ്റ്റ് വന്നിരിക്കുന്ന ഏസ് ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിനെയാണ്. ഒരു പുതിയ ജോലിയാകാം, പുതിയ ഇന്റർവ്യൂ, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി, പുതിയ ബിസിനസ് ഐഡിയാസ്, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ്, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്മെന്റ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. എന്തോ ഒന്ന് നിങ്ങളുടെ കരിയറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു സ്റ്റാർട്ടിംഗ്, ഒരാരംഭത്തെ സൂചിപ്പിക്കുന്നു. മുൻപൊക്കെ ഒരു ചെറിയൊരു സ്റ്റക്ക് എനർജിയിലായിരുന്നുവെങ്കിൽ ഒരു തളർന്നിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നു. നീണ്ട നാളായി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രാവർത്തികമായ ദിശയിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്ന എനർജി. ഏസ് ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താൽ അവസരങ്ങൾ തുറക്കാനുള്ള സാധ്യത ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്ന് കാണിക്കുന്നു. സിക്സ് ഓഫ് സോർഡ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. കരിയറിനെ സംബന്ധിച്ച് ഒരു കഠിനമായ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ പതുക്കെ പുറത്തേക്ക് വരുന്ന എനർജി. ചിലപ്പോൾ ചില വർക്കിടങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് ആയിരിക്കാം. അത് വിടാൻ ഉദ്ദേശിക്കുന്ന ഒരു എനർജി. ചിലർക്കിത് ഡിപ്പാർട്ട്മെന്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ കമ്പനി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിതൊരു വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസരത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ട്രാൻസിഷൻ പോയിന്റ് ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ പഴയ അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഒരു ദിശയിലേക്ക് നീങ്ങും എന്നതിനെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ദ ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു അവേക്കനിങ് കാർഡാണ്. കരിയറിനെ സംബന്ധിക്കുന്ന ഒരു തിരിച്ചറിവ് വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വലിയൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചില ആളുകൾക്ക് പഴയ ജോലിയിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കുന്ന സമയത്ത് ആ പഴയ ജോലിയിലേക്ക് തിരികെ വിളിക്കുന്ന ഒരു എനർജി, കുറച്ചും കൂടി സാലറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നുള്ള രീതിയിലേക്ക് തിരികെ വിളിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. പെൻഡിങ് ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരുന്നു. ചിലർക്ക് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെലക്ഷനെ സൂചിപ്പിക്കുന്നു. പ്രൊമോഷൻ റിവ്യൂ, പഴയ ആപ്ലിക്കേഷൻ വീണ്ടും ആക്ടിവേറ്റ് ആകുന്ന എനർജിയും കാണിക്കുന്നുണ്ട്. എന്തോ ഒരു പഴയ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയി കാണും. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ലെറ്റർ വരുന്നതിനെ സൂചിപ്പിക്കുന്നതാകാം. ഇനി അതൊന്നും നടക്കില്ല, അത് ഞാൻ വേറെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ ആയിരിക്കാം. അതിന്റെ ഒരു റീ ഓപ്പണിങ്ങിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. റെക്കഗ്നീഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇത്രയും കാലം നിങ്ങളുടെ ഒരു കഴിവുകളൊന്നും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാതെ എല്ലാ ദിശയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സാമർത്ഥ്യത്തെയും കഴിവിനെയും എല്ലാം തന്നെ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നു എന്നതാണ് ഈ ഒരു ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നീതിയുടെ കാർഡാണ്. അതെ, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. എംപ്രസ് എനർജി സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ്. കരിയർ വളരാനുള്ള പൊട്ടൻഷ്യലൊക്കെ നിങ്ങൾക്കുണ്ട്. ഇൻകം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും കാണുന്നുണ്ട്. ഒരു ക്രിയേറ്റീവ് ഫീൽഡ്, ടീച്ചിങ്, ബ്യൂട്ടി, അതുപോലെ തന്നെ ഫാഷൻ, ഫുഡ്, ആർട്ട്, കണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ, ബിസിനസ്, പബ്ലിക് മിംഗ്ലിംഗ്, ഹെൽത്ത് കെയർ, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടവരുടെ എനർജി കൂടുതൽ കാണിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കരിയറിൽ നല്ലൊരു വളർച്ച ലഭിക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നു. ഓവറോൾ ഒരു കറന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. പഴയ ബുദ്ധിമുട്ടുകളെല്ലാം വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജി, നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത, കരിയർ വളരാനുള്ള ശക്തമായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ നിലവിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു ഫ്യൂച്ചർ എനർജി മുമ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം. 8 ഓഫ് വൺസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഇനി വേഗത്തിൽ നീങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇതുവരെയും ആമ ഇഴയുന്ന വേഗത്തിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു എങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചിലർക്ക് ചില തടസ്സങ്ങൾ, ഗ്രഹസ്ഥാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെല്ലാം തന്നെ അകന്ന് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. കരിയറിലെ ഒരു താമസം അല്ലെങ്കിൽ ഡിലേ കുറഞ്ഞു വരും എന്നതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇമെയിൽ, കോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ, ഓഫർ ലെറ്റർ, അപ്രൂവൽ, മെസ്സേജസ്, ചിലർക്കൊരു ബിസിനസ് എൻക്വയറീസ്, ക്ലയന്റ് റെസ്പോൺസ്, ഇവയൊക്കെ അല്പം വേഗത്തിൽ ലഭിക്കുന്ന ഒരു എനർജി. അതായത് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് അവസാനിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു 8 ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡ്. ഹയർ അഫൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ്, ഒരു സ്ഥിരത.
കരിയർ സ്ട്രക്ചേർഡ് ആകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പെർമനന്റ് ആയിട്ടുള്ള ജോബ്, ഗവൺമെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേറ്റ്, ടീച്ചിങ്, അതുപോലെ തന്നെ ഹയർ ലേണിംഗ്, മെന്റർഷിപ്പ്, അതുപോലെ സർട്ടിഫിക്കേഷൻ, ട്രഡീഷണൽ സെക്ടർ, ബാങ്ക്, ഇങ്ങനെ ഒരു മൾട്ടി മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുക. ചിലർക്ക് കരിയറിൽ ചില സ്കിൽ ഡെവലപ്മെന്റിനായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട സാഹചര്യം വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കരിയർ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് ഈ ഒരു എനർജി അത് കരിയറിനെ ശക്തമാക്കും എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഒരു മുന്നറിയിപ്പുമായിട്ടാണ് 7 ഓഫ് വൺസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പൊസിഷൻ സംരക്ഷിക്കേണ്ടി വരും, കോമ്പറ്റീഷൻ ഉണ്ടാകും. ചിലർക്ക് ഒരു ഓഫീസ് പൊളിറ്റിക്സ്, അതില്ലാത്തൊരു സ്ഥലം വളരെ ചുരുക്കമാണ്. ജലസി, കമ്പാരിസൺ, ചലഞ്ച്, വർക്ക് പ്രഷർ ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ഘട്ടമായിരിക്കാം. ഈ ഒരു കാർഡ് പക്ഷേ തോൽവിയുടെ കാർഡല്ല, അതൊരു സക്സസിന്റെ കാർഡാണ്. പോരാടി നിലനിൽക്കാൻ കഴിയും എന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസം നിങ്ങളുടെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നും കാണിക്കുന്നു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെയുള്ള ഒരു കഷ്ടപ്പാട് കരിയറിന്റെ ഭാഗത്ത് എന്ന് ചിന്തിക്കേണ്ട. എല്ലാ മേഖലയിലും ഒരു കോമ്പറ്റീഷൻ അതുണ്ടായിരിക്കും. അതുപോലെ തന്നെ പല പല ആളുകളുമായിട്ടുള്ള മിംഗ്ലിംഗ്, പല തരത്തിലുള്ള പല സ്വഭാവമുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് തന്നേക്കാൾ മെച്ചമായിട്ട് മറ്റൊരാൾ ഒരു ജോലിയിൽ ഉയർന്നു പോകുമ്പോൾ അസൂയ, ജലസി അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എവിടെയും സർവ്വസാധാരണമാണ്. ആദ്യം നമ്മൾ നിൽക്കുന്ന മേഖല അത് ഇങ്ങനെയൊക്കെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതനുസരിച്ച് എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാം എന്നുള്ളത് പോരാടി ജയിക്കേണ്ടതാണെങ്കിൽ പോരാടി ജയിക്കുക തന്നെ വേണം എന്ന് സൂചിപ്പിക്കുന്ന ഈ ഒരു കാർഡ്. ഇപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ചുറ്റുപാടാണ് എങ്കിൽ പോരാടി തന്നെ നിൽക്കുക. അവസാന വിജയം എന്ന് പറയുന്നത് അന്തിമ വിജയം നിങ്ങളുടേത് തന്നെയായിരിക്കും. അതാദ്യം നിങ്ങൾ മനസ്സിൽ എഴുതി വെക്കുക. ആത്മവിശ്വാസമൊക്കെ അതിന്റെ പുറകാലെ തന്നെ വന്നോളും. ലവേഴ്സ് കാർഡ് ഒരു ചോയ്സിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. കരിയർ റീഡിങ്ങിൽ ലവേഴ്സ് എന്നത് ഒരു പ്രധാന ഡിസിഷൻ, 2 അവസരങ്ങൾ, 2 ജോബ് ഓഫർ, 2 കരിയർ പാത്ത്. ചിലർക്ക് ഇതൊരു ബിസിനസ് ആണോ ജോബാണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സമയം. അതല്ല എങ്കിൽ ഒരു പാർട്ണർഷിപ്പ്, കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റ്, കോൺട്രാക്ട്, ഇന്റർവ്യൂ കഴിഞ്ഞുള്ള സെലക്ഷൻ. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സ്വാധീനിക്കും എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വശവും ആലോചിച്ച് തീരുമാനമെടുക്കുക. ഓവറോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്പ്രെഡ് നമുക്ക് കാണിച്ചു തരുന്നത് കരിയറിൽ നിങ്ങൾക്കൊരു മൂവ്മെന്റ് ഒക്കെ വർദ്ധിക്കുന്ന സമയം, കമ്മ്യൂണിക്കേഷനൊക്കെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ ഒരു എനർജി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എനർജിയൊക്കെ വർദ്ധിക്കുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു. കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഇതൊരു വലിയ തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണെങ്കിൽ എല്ലാ വശവും ചിന്തിച്ച് ആ ഒരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കരിയർ ഡയറക്ഷൻ മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് കരിയറിലുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തി മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ അത് പാലിക്കുക എന്ന് കാണിക്കുന്നു. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ കുറേശ്ശെ സേവിങ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഭയന്ന് ഓപ്പർച്യൂണിറ്റികൾ വിട്ടുകളയരുത് എന്ന് പ്രത്യേകം കാണിക്കുന്നു. ഇതെനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത കാരണം മുന്നോട്ട് പോകാതെ നിൽക്കുന്ന ആളുകളുടെ എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങളെ ബാലൻസ് പഠിപ്പിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ കിട്ടുന്ന പണം എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ചില കരിയറിലുള്ള വളർച്ച ഭയം കാരണം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ പിന്നോട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നും കാണിക്കുന്നു. നിങ്ങളുടെ നോളജ്, അതുപോലെ തന്നെ സ്കില്ല്, എക്സ്പീരിയൻസ് ഇവയെല്ലാം തന്നെ ഉറപ്പോടെ പിടിച്ചു നിർത്തുക. അടിസ്ഥാനം വളരെ ശക്തമാക്കിയാൽ തന്നെ വളർച്ച നിങ്ങൾക്ക് സ്ഥിരതയുള്ളതാകും. ഇതാണ് നമ്മളുടെ ഒരു മനസ്സിൽ എഴുതേണ്ടത്. അടിസ്ഥാനം ശക്തമാക്കിയാൽ വളർച്ച സ്ഥിരതയുള്ളതാകുന്നു എന്ന്. ഒരു റീഡിങ്ങിന്റെ ഒരു ഓവർവ്യൂ നോക്കുന്ന സമയത്ത് പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യത, പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിൽ നിന്നുള്ള മുന്നേറ്റം, നിർണായകമായിട്ടുള്ള ഒരു വിളിയോ തിരിച്ചറിവോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. വളർച്ചയും സമൃദ്ധിയുടെയും സാധ്യത, വേഗത്തിലുള്ള മുന്നേറ്റം, സ്ഥിരതയുള്ള അവസരങ്ങൾ, മത്സരങ്ങളെയൊക്കെ അതിജീവിക്കേണ്ട സാഹചര്യം വരുന്നു. പക്ഷേ അന്തിമ വിജയം നിങ്ങളുടേതായിരിക്കും. ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് അതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചോയ്സ് കാർഡ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വിജയത്തിലേക്കുള്ള ഒരു വഴി തുറക്കുന്ന ഒരു മാസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു വിജയത്തെ ദീർഘകാലം നിലനിർത്താൻ നിങ്ങളുടെ തീരുമാനങ്ങളും സാമ്പത്തിക നിയന്ത്രണവും എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു നിർണായക പങ്ക് വഹിക്കും. അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറച്ച് സമയമായിരിക്കും കിട്ടുന്നത്. ആ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് എക്കാലത്തേക്കിനും പിടിച്ചു നിർത്താൻ കഴിയണം. എല്ലാം ഒന്നും നമുക്ക് സാധിക്കത്തില്ലെങ്കിലും കുറച്ച് നമ്മളൊരു കരുതലോട് കൂടി ധനം ചെലവഴിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അന്നൊരു ലെവലിലേക്കൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കത് ഫ്യൂച്ചറിലേക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു കരിയർ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു റീഡിംഗ് വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഡിവൈൻ എനർജിക്ക് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ദ സുപ്രീം പവർ, അതായത് യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഒരു പേഴ്സണൽ റീഡിംഗ് ആണ്. അപ്പോൾ അതെടുക്കാൻ ശ്രദ്ധിക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ടാരോട്ട് റീഡിംഗ് എന്താണെന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് നിങ്ങളുടെ എനർജിയുമായിട്ട് ഓക്കെ ആകുന്ന ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഗൈഡൻസ് തരാൻ ആ ഒരു റീഡറിന് സാധിക്കും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. തിരക്കിലായതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഈ ഒരു ചാനലിൽ കരിയർ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയെ സംബന്ധിച്ച് ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് എടുക്കാനാണ് എങ്കിൽ ആ ഒരു റീഡിംഗ് ഒക്കെ കയറി കണ്ടിരുന്നാൽ മതിയാകും. യൂണിവേഴ്സിന് നിങ്ങൾക്കൊരു മെസ്സേജ് തരണമെന്ന് ഉണ്ടെങ്കിൽ അതിന് ഏത് വഴിക്കാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്നിരിക്കും. അതുപോലെ ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെയും എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കരിയറിന് ഉയർച്ചയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സാമ്പത്തിക ഭദ്രതയും എല്ലാം തന്നെ വന്നു ചേർന്ന് സർവ്വ ഐശ്വര്യം ലഭിക്കാൻ ഈ ഒരു ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.